ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ജസ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കും നോക്കാം. നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എന്ത് നടക്കാനാണ് സാധ്യത, എന്ത് സംഭവിക്കാൻ പോകുന്നു ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാം. എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല, ഓക്കെ, എന്നാലും എല്ലാവർക്കും എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ നമുക്ക് നോക്കാം, ചോദിക്കാം യൂണിവേഴ്സിനോട്. ഇന്നത്തെ എനർജി വ്യൂവേഴ്സിൻ്റെ എന്താണ്? നൈറ്റ് ഓഫ് വാൻസ്, 4 of swords and Queen of Cups. ഒന്നാമത് ഇവിടെ കാണുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ജോലിയിൽ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെയ്യാൻ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ജോലിയൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ആൻഡ് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിൽ എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, ബട്ട് മേ ബി എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന രീതിക്കാണ് ഞാനൊന്ന് ചിന്തിച്ചത്. ഈ 4 of swords എന്തിനാ കാണിക്കുന്നത്? ഓക്കെ, മേ ബി ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. സോറി, ചെറിയൊരു കൺഫ്യൂഷൻ ആയിപ്പോയി, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്, ഫൈൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വന്നതായിരിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളോട് ഒരു ഓഫറുമായിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും, അതായത് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന രീതിക്ക്, മേ ബി ഒരു പാർട്ട്ണർഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും തുടങ്ങാം എന്ന് ആരെങ്കിലും പറഞ്ഞു കാണാം. അഗൈൻ ഇതിവിടെ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് കാര്യങ്ങളും ആവാം, കരിയറിൻ്റെ കാര്യവും ആവാം. ബിസിനസ് അങ്ങനെ വലുതും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. മേ ബി ഫ്രണ്ട് ആരോടെങ്കിലും ചേർന്ന് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ തന്നെ ലൈഫിൽ തന്നെ, ഓക്കെ, മേ ബി നിങ്ങൾ ഈവൻ ജോലി സ്ഥലത്തായാലും നിങ്ങൾ ഫാമിലിയിലായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും, ഓക്കെ, കുറച്ച് ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷനാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഇപ്പം ലൈക്ക് ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പാഷൻ ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹമുണ്ട്, ഒരുപാട് ഒരു എന്തോ ഏറ്റെടുത്ത് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ്. വളരെയധികം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. യെസ്, ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ കിടക്കുന്നുണ്ട്. ബട്ട് ഇവിടെ ഒരു മൈൻഡ് കൺഫ്യൂസ് ആവുന്ന പോലെ. ഓക്കെ, ആ മൈൻഡ് കൺഫ്യൂസ് ആകുമ്പോൾ ആക്ച്വലി നമ്മൾ പറയില്ലേ, ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു തോട്ടായിരിക്കാം. ഓക്കെ, ചെയ്താൽ എന്താവും, അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് നല്ലതാണോ. ഓക്കെ, മേ ബി പാർട്ട്ണറെ കുറിച്ച് നിങ്ങൾക്ക് ലൈക്ക് ആരെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണർ അവരുടെ കൂടെ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള പല ചിന്തകളും ഐ തിങ്ക് ഓക്കെ നിങ്ങളെ ഒരു ബ്ലോക്കേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആക്ച്വലി നല്ല കാർഡ്സ് ആണ് ഇവിടെ, പോസിറ്റീവ് കാർഡ്സ് ആണ്. ബട്ട് ഐ തിങ്ക് മൈൻഡ് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് മേ ബി നിങ്ങൾക്ക് പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചതുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട്, ശരിക്കും ഇവിടെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് എവിടെയോ ലൈക്ക് ആ പാസ്റ്റ് നിങ്ങളെ ഒന്ന് പുറകോട്ട് വലിക്കുകയാണ്. പാസ്റ്റിൽ അനുഭവിച്ച ചില വേദന, വിഷമം, ടെൻഷൻ, അനുഭവിച്ച ചില എന്താ പറയുക ബാക്ക് പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചതിവ്, അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ നിങ്ങളെ ഒന്ന് ബോദർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെ ഇടയ്ക്ക് ഓർമ്മ വരികയാണ്. അത് ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് എല്ലാം ശരിയാവോ എന്ന രീതിക്ക് ഒരു ചിന്ത കയറി വരികയാണ്, ഒരു ഡൗട്ട് കയറി വരികയാണ്. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് ഇതിനൊരു മെത്തേഡ് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന ഒരല്പം റെസ്റ്റ് എടുക്കൂ, ഒരു ബ്രേക്ക് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേ ബി ഓൾറെഡി നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി അതിനെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. റിലേഷൻഷിപ്പ് ആയാലും ശരി, കരിയറിൻ്റെ കാര്യത്തിലായാലും ശരി, രണ്ടിലും എടുക്കൂ. അപ്പോൾ ഇവിടെ അതിനെ മുന്നോട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഓക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറയില്ലേ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനെ കൂടുതൽ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്ന രീതിക്ക് ചിന്തിക്കുമ്പോൾ ബട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളോടൊരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങളിപ്പോൾ ഓൾറെഡി കുറേ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മേ ബി ഇപ്പം നിങ്ങൾ ഒരുപാട് എന്തൂസിയാസം, ഒരുപാട്
നമ്മൾ പറയില്ലേ ഒരു എക്സൈറ്റഡ് ആവുക, ആ രീതിക്ക് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവുക. സോ യൂണിവേഴ്സ് പറയുന്ന ഒന്ന് ശാന്തമാവൂ. ഓക്കെ, ഒരല്പം റെസ്റ്റ് എടുക്കൂ, ബ്രേക്ക് എടുക്കൂ, ഒന്ന് ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾ യൂസ് ചെയ്യുക. മേ ബി ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കരിയർ, ഈ ഒരു ജോലി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരല്പം ബ്രേക്ക് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉള്ള സമയത്തിനെ എൻജോയ് ചെയ്യാം. ഓക്കെ, ഇപ്പം എന്താണോ നടക്കുന്നത് അതിനെ തൽക്കാലം എൻജോയ് ചെയ്യുക. ഇവിടെ അഗെയിൻ ചാരിയറ്റ് ആണ്, മൂവ്മെന്റ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ വീണ്ടും ഇവിടെ എനിക്ക് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തത്. സോ അഗെയിൻ ഇവിടെയും നമ്മളൊരു ഇതിനെ മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന രീതിക്ക് ഒരു ചിന്തയാണ്, കൺഫ്യൂഷനാണ് എനിക്ക് കാണുന്നത്. ബട്ട് യെസ്, ഇവിടെ മുന്നോട്ട് സക്സസ് വരുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നമ്മൾ പറയില്ലേ മൈൻഡിനെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ, അതായത് വേണോ വേണ്ടേ, ചെയ്യണോ വേണ്ടേ, ഈ വഴിക്ക് പോകണോ ആ വഴിക്ക് പോകണോ, സോ എന്നുള്ള കുറച്ച് ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഫോക്കസ് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് വരും എന്ന രീതിയിലാണ് കാണുന്നത്. ബട്ട് അതിന് മുമ്പ് മുന്നോട്ട് ഇനിയിപ്പോൾ എടുത്തു ചാടി മുന്നോട്ട് ഇനിയും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് നമ്മൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഓടുന്നതിന് മുമ്പ് ഒരല്പം ബ്രേക്ക് എടുക്കൂ, റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് കാണാം ഓൾറെഡി. ഓക്കെ, അതിനെ എൻജോയ് ചെയ്യൂ തൽക്കാലം. ഒരു റെസ്റ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഇനി ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ളതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ മുന്നോട്ട് നിങ്ങൾക്ക് മൂവ്മെന്റ് ഉണ്ട്, സക്സസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിന്ന് എന്തെങ്കിലുമൊക്കെ വേദനകൾ, പാസ്റ്റിലെ വേദനകൾ, വിഷമങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ലെറ്റ് ഗോ ചെയ്യൂ. ഇപ്പോൾ വന്നിരിക്കുന്ന ഓഫർ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതാണ്. ഓക്കെ, അത് പാസ്റ്റ് പോലെ ആവില്ല ഒരിക്കലും. ഓക്കെ, അത് മനസ്സിലൊരു പേടി മാത്രമാണ്, അതിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് വിട്ടേക്കൂ. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്ത് തൽക്കാലം റെസ്റ്റ് എടുത്ത് നിങ്ങൾ വീണ്ടും പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, അതിപ്പോൾ ഒരു കൗൺസിലർ ആവാം. ഓക്കെ, അഡ്വൈസ് ചെയ്യുന്ന ആരെങ്കിലും, കൗൺസിലിംഗ് ടൈപ്പ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. മേ ബി നിങ്ങളുടെ എന്താ പറയുക അച്ഛനമ്മമാരായിരിക്കാം, പാരൻസ് ആയിരിക്കാം. അമ്മ എന്ന രീതിക്ക് എടുക്കാം, അമ്മയോ അച്ഛനോ പാരൻസോ സിസ്റ്റർ ബ്രദറോ ആരും ആവാം. നല്ലൊരു ഫ്രണ്ട് ആവാം, ഒരു ഗൈഡ് ആവാം. ഓക്കെ, ടീച്ചർ ആവാം, ഈവൻ ഒരു സ്പിരിച്വൽ ടീച്ചർ ആവാം, ആരും ആവാം. ഓക്കെ, നിങ്ങളുടെ എന്താ പറയുക പള്ളിയിലെ അച്ഛൻ അല്ലെങ്കിൽ ഈവൻ അമ്പലത്തിലെ ആരെങ്കിലും, ഏതെങ്കിലും ആസ്ട്രോളജർ, എന്തുമാവാം. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവർ അഡ്വൈസ് എടുത്തോളൂ. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. ആരോ നിങ്ങളുടെ കൂടെ എൻ്റെ സപ്പോർട്ടായിട്ടും ഉണ്ട്. മേ ബി പാരൻ്റ് ആയിരിക്കാം, അച്ഛനോ അമ്മയോ ആയിരിക്കാം. അവർ ആരോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ്. സോ ന്യൂ ബിഗിനിങ്, നിങ്ങൾക്ക് ഈ ഇപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഫുൾഫിൽ ആവും നിങ്ങളുടെ മനസ്സൊരുപാട്. ഈവൻ റിലേഷൻഷിപ്പ് ആയാലും ശരി, കരിയറിലെ കാര്യങ്ങളായാലും ശരി. ഓക്കെ, അത് നിങ്ങൾക്ക് എന്തോ നല്ലോണം സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ഈ ഒരു നമ്മൾ പറയില്ലേ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പം ഉണ്ട്. ദാറ്റ് നിങ്ങളിപ്പോൾ അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ വേണോ വേണ്ടേ എന്നൊരു ചിന്തയുണ്ട്. അതിനെ നിങ്ങൾ തീരുമാനം എടുക്കാൻ നിങ്ങളെ സഹായിക്കാം. ആദ്യം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്, പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, പാസ്റ്റിലെ വേദനകൾ ലെറ്റ് ഗോ ചെയ്യുക. പാസ്റ്റിൽ ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുക, അതിനെ മറന്നു കളഞ്ഞേക്കുക, ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല സക്സസിൻ്റെ കാര്യമാണ് വരുന്നത്. ഈ ഒരു തീരുമാനം എടുക്കാൻ മാത്രമുള്ള ഐ തിങ്ക് ഒരു കൺഫ്യൂസ്ഡ് മൈൻഡാണ് ഇപ്പോൾ നിങ്ങളുടെ. അതിന് വേണമെങ്കിൽ നിങ്ങൾ അഡ്വൈസ് എടുക്കൂ, ഒന്ന് റെസ്റ്റ് എടുക്കൂ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മുന്നോട്ട്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടി നോക്കാം. ഒറക്കിൾ കാർഡ്സിൽ നിങ്ങൾക്ക് വരുന്ന അഡ്വൈസ് എന്താ നോക്കാം. പാർട്ട്ണർഷിപ്പ് ആയാലും കേട്ടോ. ഓക്കെ, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഒക്കെ മുന്നോട്ടൊരു സക്സസ് ആണ് കണ്ടത്. സോ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ച് അഡ്വൈസ് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഗൈഡൻസ് കൂടി എടുക്കാം നമുക്ക്. റിലീസ് പാസ് ബർഡൻ, 10 of swords ഞാൻ പറഞ്ഞത്. ട്രസ്റ്റ്, ഓക്കെ, ഇൻസൈറ്റ്, ഇൻറ്റ്യൂഷൻ നേരത്തെ വന്നിരുന്നു. കോൺഫിഡൻസ്, വെരി ഗുഡ്. ഒരേ കാർഡ്സാണ് വരുന്നത്. അബൻഡൻസ്, മതി, ഇത്ര മതി. പീസ്, ഓക്കെ. ഫൈൻഡ് ഇന്നർ പീസ് ആൻഡ് മൊമെന്റ്സ് ഓഫ് സ്റ്റിൽനെസ്. ഓ മൈ ഗോഡ്, എല്ലാ കാർഡും മാച്ച് ആവാണെങ്കിൽ മൈ ഗുഡ്നസ്. ഓക്കെ, നമ്മൾ 4 of swordsന്റെ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു അല്ലേ. ആ റെസ്റ്റ് എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അഗൈൻ ഇവിടെ മെഡിറ്റേഷൻ, റിക്യൂപ്പറേഷൻ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പീരിയഡ് കുറച്ചൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഒന്ന് സമാധാനമായിട്ടിരിക്കുക, റെസ്റ്റ് എടുക്കാം. അത് നിങ്ങളെ സഹായിക്കുന്നത് ഈ ഒരു പീസിൻ്റെ സമയത്ത്. ഓക്കെ,
ഇങ്ങനെ ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ ഓക്കെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവും. നിങ്ങൾക്ക് കാര്യങ്ങൾ പോരാത്തതിന് ഒന്ന് റിക്കവർ ചെയ്യാൻ കൂടിയാണ്. കാരണം നിങ്ങൾ ഓൾറെഡി കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ജോലിയിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു റെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ഇനായിരിക്കും. ഓക്കെ ഹെൽത്ത് വൈസും ബെറ്റർ ആവാൻ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഓവറോൾ ഓക്കെ നിങ്ങൾക്ക് ആ മൈൻഡ് ഒന്ന് സമാധാനം വരും. ഓക്കെ ഫൈൻഡ് ഇന്നർ പീസ് എന്നാണ് പറയുന്നത്. കുറച്ചൊന്ന് ശാന്തമായി ഇരുന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു പീസ്ഫുൾ ആയിട്ടൊരു ഇത് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾക്ക് ആൻസേഴ്സ് എല്ലാം കിട്ടും എന്നാണ്. ഓക്കെ ആൻഡ് ഇവിടെ അബണ്ടൻസ് ഓൾറെഡി പറഞ്ഞിരുന്നു. ഞാൻ സക്സസ് വിക്ടറി ഞാൻ നേരത്തെ പറഞ്ഞു, ചാരിറ്റിൻ്റെ കാർഡ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വിക്ടറി ഒക്കെ വരുന്നു. ആൻഡ് ഇവിടെ റിലീസ്. ഓക്കെ നിങ്ങൾ 10 ഓഫ് സോർട്സ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തോ വേദനിപ്പിച്ചിട്ടുണ്ട് പാസ്റ്റിൽ, അതിനെ നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ ആ വേദനകളെ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചതാണെങ്കിൽ അത് ഫൊർഗീവ് ചെയ്ത് വിടുക. നിങ്ങളുടെ മനസ്സിന് അതിനെ ഒന്ന് റിലീസ് ചെയ്ത് വിടുക. ആ പെയിൻ റിലീസ് ചെയ്ത് വിടുക. ഓക്കെ ആ കാര്യം അത് കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ അത് പാസ്റ്റിലെ കാര്യമാണ്. നിങ്ങൾ അതിൽ നിന്ന് ചിലത് പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ ഇനി അതൊരിക്കലും നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വരില്ല. അത് നിങ്ങളുടെ എനിവേ അത് നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ ആൻഡ് കോൺഫിഡൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നൈറ്റ് ഓഫ് സോർട്സ് പോലെ തന്നെയാണ്, സോറി നൈറ്റ് ഓഫ് വോൺസ് പോലെയാണ് കോൺഫിഡൻസ്. ഇതിലും അതേ കാര്യമാണ് പറയുന്നത്. കോൺഫിഡൻസിൻ്റെ കാര്യമാണ്. നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോകൂ. ഓക്കെ ഡൗട്ട് ചെയ്യേണ്ട. നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവേണ്ട, ഡൗട്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, ചെയ്യാൻ സാധിക്കും. ഓക്കെ ആൻഡ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, യൂണിവേഴ്സ് ഇസ് ഗൈഡിങ് യു. ഓക്കെ ഒന്ന് നിങ്ങൾക്ക് തന്നെ ഇൻറ്റ്യൂഷൻ ഉണ്ടാവാം, ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഗൈഡ് ചെയ്യാൻ വേറെ ആരെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ അമ്മയോ പാരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ തന്നെ ഇന്നർ ഗൈഡൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് മെയിനായിട്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഇൻസൈറ്റ്, സെയിം തിങ്. ഇൻസൈറ്റ് ഇസ് ദ ഫ്രൂട്ട് ഓഫ് വിസ്ഡം, കീപ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളെ നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ്. ഓക്കെ ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇതിലൊക്കെ ബട്ടർഫ്ലൈസ് ഉണ്ട്, ഇതിൽ ബേർഡ് ഉണ്ട്. ഇതൊക്കെ പറയുന്നത് ഒരു മെസ്സേജിനെ കുറിച്ചാണ്, ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. ഓക്കെ എന്തോ നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണ് യൂണിവേഴ്സിൻ്റെ. എന്തായാലും ഓവറോൾ അബണ്ടൻസ് ആണ് കാണുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും ശരി കരിയറിലായാലും ശരി, നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് കാണുന്നത്. ബട്ട് യെസ് ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ കയറി വരുന്നുണ്ട്. അത് പാസ്റ്റ് കാരണമാണ്. ഒരല്പം മേ ബി നിങ്ങൾക്കത് മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും അഡ്വൈസൊക്കെ ഒന്ന് എടുക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും സക്സസ് കിട്ടും. ഓക്കെ അബണ്ടൻസ് എത്താൻ സാധിക്കും. ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.